ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് ആദരവോടുകൂടി എല്ലാവർക്കും സ്നേഹവന്ദനം. നാം അറിഞ്ഞൊരു യേശുവുണ്ട്, അതുപോലെ തന്നെ നമ്മെ അറിഞ്ഞൊരു യേശുവുണ്ട്. എല്ലാം കൂടി ഒന്ന് ഒത്തൊരുമിച്ചാക്കാൻ പറ്റുമോ? നാം അറിഞ്ഞ യേശു അതെല്ലാവർക്കും പറയാവുന്നതാണെന്ന് തോന്നുന്നു. യേശുവിനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അറിയാവുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് അഗാധമായിട്ട് അറിയാവുന്ന, തിരിച്ച് യേശുവിന് അറിയാം നമ്മളെ ഓരോരുത്തരെയും എന്ന് പറയാനായിട്ട് ഒത്തിരി പേർക്ക് ധൈര്യമോ ബലവും ഉണ്ടാവില്ല. അങ്ങനെ യേശുവിനെ അറിയുന്നു എന്നതിനേക്കാളും യേശു നമ്മളെ അറിയുന്നതിന് കുറേ കൂടി പ്രാധാന്യമുണ്ട്. വെറുതെ ആ പാതിരാത്രി ഒന്ന് ഓർത്തെടുക്കാം. ശുദ്ധമുള്ള മത്തായി ശ്ലീഹയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് 5 കന്യകമാർ, പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വന്ന ഒരു പാതിരാത്രിയുണ്ട്. ആ പാതിരാത്രി മുഴുവന് ആ 5 പെൺകുട്ടികൾ പുറത്ത് തെരുവിലൂടെ വ്യാപാരശാലകളൊക്കെ തേടി അലഞ്ഞത്രേ. അവരുടെ കയ്യിലുള്ള ആ വിളക്ക് തെളിയിക്കുവാനായിട്ട് കുറച്ച് എണ്ണ കിട്ടുവാനായിട്ടുള്ള ഒരു വല്ലാത്ത പരിശ്രമമായിരുന്നു. ആ പാതിരാവിൽ 5 പെൺകുട്ടികളും ഒടുവിൽ നിരാശപ്പെട്ട് മടങ്ങി വരുമ്പോൾ മണവാളൻ വരികയും മണവാളനെ എതിരേൽപ്പ് കഴിയുകയും വിരുന്നശാലയിൽ എല്ലാവരും പ്രവേശിക്കുകയും വാതിലടയുകയും ചെയ്തു. ഓർത്തു നോക്കുകയും ആ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് അവർ നിലവിളിക്കുകയാണ്, പ്രഭോ പ്രഭോ, ഞങ്ങൾക്കും തുറന്നു തരണം, ഞങ്ങളും ഇവിടെ ഉണ്ടായിരുന്നവരാണ് കുറച്ചു നേരം മുമ്പ് വരെ. നീ വരുന്നു എന്നുള്ള ആർപ്പുളി ഉയർന്നപ്പോൾ സമയം തെറ്റിയായിരുന്നു നീ വന്നത്. സന്ധ്യയ്ക്ക് മുമ്പ് എപ്പോഴും പ്രതീക്ഷിച്ച നിന്റെ വരവ്. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ മാത്രമല്ല, ആ മൊത്തം ആളുകളും മന്ദിച്ചുറങ്ങിയെന്നാണ് പറയുക. എല്ലാവരും വിശ്രമത്തിൽ നിന്തിരയിലൊക്കെ ആയിരുന്നു. പക്ഷേ നിന്റെ വരവിൻ്റെ അരുളപ്പാടുണ്ടായപ്പോൾ, ആർപ്പുളികളുണ്ടായപ്പോൾ ഒപ്പമുള്ള 5 പേര് ഇന്ന് സാമർത്ഥ്യത്തോടെയാണ് അവർ കരുതി വെച്ച എണ്ണ വിളക്കിലേക്ക് പകരുകയും തിരികെ തെളിച്ച് ആ എതിരേൽപ്പിന് ഒരുങ്ങുകയും ചെയ്തത്. ഞങ്ങൾ വേഗം തന്നെ പുറത്തിറങ്ങി. ഒട്ടും ഞങ്ങൾ അലസരായിരുന്നില്ല, ഒട്ടും മടിയുള്ളവരുമായിരുന്നില്ല. ഞങ്ങൾ പുറത്തിറങ്ങി പാതിരാവിൽ തെരുവിലെ മുഴുവൻ വ്യാപാരശാലകളും അന്വേഷിച്ചിട്ടും എണ്ണ കിട്ടിയില്ല. പ്രഭോ പ്രഭു, ഞങ്ങളോട് കനിവ് തോന്നണം. അപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം ഉണ്ടായി, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ അവിടെയാണ് ഇത്രയും നേരം ആർക്കു വേണ്ടിയാണോ ഈ 5 യുവതികളോ പെൺകുട്ടികളോ കന്യകമാരോ കാത്തിരുന്നത്, ആരെ എതിരേൽപ്പാനായിട്ട് അവർ ഒരുങ്ങിയത്, ആ ആൾ തന്നെ അകത്തുനിന്ന് വിളിച്ചു പറയുകയാണ്, ഞാൻ അറിയുന്നില്ല. ഒരു വല്ലാത്ത ദുരന്തമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ, ഭക്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ അറിഞ്ഞു എന്നതിനോ, യേശുവിന് വേണ്ടി കുറേ കാലം കാത്തിരുന്നു എന്നതിനോ, യേശുവിന് വേണ്ടി എന്തൊക്കെയോ കരുതി വെച്ചു എന്നതിനോ പേരിലൊന്നും നമ്മൾ ഒരുപക്ഷെ കൃത്യസമയത്ത് സ്വീകരിക്കപ്പെടാനായിട്ട് സാധ്യതയില്ല. അതിനുവേണ്ടിയുള്ള നിക്ഷേപങ്ങളായിട്ട്, അതിന് ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് അതിനെ കാണാതിരിക്കുക. ഒരു ജീവിതം മുഴുവൻ തന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുക. നമ്മളിങ്ങനെ പറയുമ്പം പറയും, യേശുവിന് വേണ്ടിയിട്ടാണ് ഈ ജീവിതം. പ്രഭാഷകരായി ഞാനൊക്കെ എപ്പോഴും പറയും, യേശുവിന് വേണ്ടിയിട്ടുള്ള ജീവിതം. അതൊന്ന് അവസാനിപ്പിച്ചിട്ട് യേശു എന്നിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഒന്ന് മാറ്റി പറയുവാനായിട്ട് ഞാനെന്നാ പഠിക്കുക. യേശുവിന് വേണ്ടി ഉള്ളതാണ് ഈ ജീവിതം എന്നതിനേക്കാളപ്പുറത്ത് യേശു എന്നിലൂടെ ജീവിക്കുന്നുണ്ടെന്ന് പറയുവാനായിട്ട് സാധിക്കണ്ടേ. ശുദ്ധമുള്ള മത്തായി ശ്ലീഹയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-23 വരുമ്പോൾ ഇതേ സെയിം സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അവരൊരു രാത്രി മാത്രം അലഞ്ഞവരോ ഒരു പകൽ മാത്രം കാത്തിരുന്നവരോ ഒന്നും ആയിരുന്നില്ല. അവരുടെ ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടി അർപ്പിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ യേശുവിന് മുമ്പിൽ വന്നിട്ട് അവനോട് പറയുകയാണ്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതും ഒക്കെ നിനക്ക് വേണ്ടി നീ ഭൂമിയിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെയും ശുശ്രൂഷകളുടെയും തുടർച്ചയായിരുന്നു. എന്താ പിന്നെ സംഭവിച്ചത്? അപ്പോഴും പറയുന്നുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യേശുവിനെ അറിയുക എന്നതിനേക്കാളും അപ്പുറത്ത് യേശു നമ്മളെ അറിയുന്നുണ്ടോ, വേണ്ട വിധത്തിൽ അറിയുന്നുണ്ടോ? യേശു നമ്മളെ അറിയുന്നുണ്ട് കേട്ടോ. യേശു മാത്രമേ നമ്മളെ അറിയുന്നുള്ളൂ. ഹൃദയം അത് അകത്തായത് എത്രയോ നന്നായല്ലേ. ആ ഹൃദയം പുറത്തായിരുന്നെങ്കിലുണ്ടാകുന്ന ഒരു അഭംഗിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഹൃദയം അകത്തായതുകൊണ്ട്, ഹൃദയം എന്ന് പറയുന്നതിനേക്കാൾ
മനസ്സകത്തായതുകൊണ്ട് എന്തുമാത്രം കാര്യങ്ങളെ നമുക്ക് ഭംഗിയായിട്ട് അകത്തൊളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഈ മനസ്സ് പുറത്തുള്ള മനസ്സ് എല്ലാവർക്കും അനാവൃതവുമായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഓർത്ത് നോക്കിക്കേ. അതുകൊണ്ട് തന്നെ യേശു നമ്മളെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. യേശുവിന് ഹിതകരമായ വിധത്തിലാണോ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന വിധത്തിൽ, അങ്ങനെ പറയുന്നത് കേൾക്കുവാനായിട്ട് അർഹതയുള്ള വിധത്തിലാണോ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അറിയില്ല. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോഴും അകത്തുനിന്ന് അവന് പറയാനുള്ളത് ഇത്രയേ ഉള്ളായിരുന്നു: അനീതി പ്രവർത്തിക്കുന്നവരാ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അത്രയേ ഉള്ളൂ. യേശുവിനെ അറിയുക എന്നതിനേക്കാളും അപ്പുറത്ത് യേശു നമ്മളെ ഒന്ന് അറിയുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുക. തീർച്ചയായിട്ടും യേശു അറിയുന്നുണ്ട് കുറേയധികം ആളുകളെ. യേശു അറിയുന്നവരെ ആരൊക്കെയാണ്? യേശു അറിയുന്ന ആൾ തുണി തുന്നുന്നൊരു സ്ത്രീയെ യേശു അറിയുന്നുണ്ട്. കൃത്യമായിട്ട് യേശു പറഞ്ഞു, ആ കീറിപ്പോയ പഴയ തുണിയിൽ പുതിയ കഷ്ണം തുന്നിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എല്ലാം കീറിപ്പോവും. തുന്നൽ കുറേ കൂടി വലുതാകുകയുള്ളൂ. അതുകൊണ്ട് ആരും ആ പഴയ തുണിയിൽ പുതിയ കഷ്ണം വെച്ച് തുന്നാറില്ല, മറിച്ച് പഴയ തുണി കഷ്ണം വെച്ച് തുന്നാറുള്ളൂ. നസ്രയത്തിലെ അവൻ്റെ വീട് ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മുഴുവൻ വീടുകളിലും അമ്മമാരും മറിയം ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ കീറിപ്പോയ പഴയ തുണിയിൽ പഴയ തുണി കഷ്ണം വെച്ച് തുന്നുന്നത് കണ്ടിട്ടുണ്ട്. ഓർത്തു നോക്കി, യേശു കണ്ടെത്തുന്നുണ്ട് തുണി തുന്നുന്നൊരു സ്ത്രീയെ. പിന്നെ നമുക്ക് വെറുതെ വായിച്ചു പോയാൽ നമുക്ക് രസകരമായിട്ട് തോന്നും. ഇടങ്ങഴി മാവ് പാകപ്പെടുത്താനായിട്ട്, അപ്പത്തിന് പാകപ്പെടുത്താൻ അതിൽ അല്പം പുളിമാവ് ചേർത്ത് കുഴച്ചു വെക്കുന്നൊരു സ്ത്രീയെക്കുറിച്ച് യേശു പറയുന്നില്ലേ? അവൻ്റെ കാഴ്ചയോ നിരീക്ഷണങ്ങളോ ഒക്കെ എത്താത്ത ഇടങ്ങൾ ഏതാ ഉള്ളത്? എല്ലാ അർത്ഥത്തിലും അവനെല്ലാം കാണുന്നുണ്ടെന്നുള്ളതാണ് ആ മാവ് പുളിപ്പിക്കുവാനായിട്ട് പുളിപ്പ് ചേർത്ത് കുഴച്ചു വെക്കുന്നൊരു സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശം. പിന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉച്ചനേരത്ത് കെഞ്ചുകരയിൽ വെള്ളം കോരാൻ വന്നൊരു സ്ത്രീക്ക് യേശു ആ സ്ത്രീയെ നന്നായിട്ട് മനസ്സിലാക്കുന്നില്ലേ? നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. യേശു എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ നഥാനിയേലിനോട് യേശു പറയുന്നില്ലേ, അത്തിമരത്തിന് ചോട്ടിലിരുന്നപ്പോൾ എനിക്ക് നിന്നെ അറിയാമായിരുന്നു. യേശു എല്ലാം അറിയുന്നുണ്ട്, ഒരു സംശയമില്ല. മരത്തിന് മുകളിലായിരുന്ന സഖായിയോട് യേശു പറയുന്നില്ലേ, നീ ഇറങ്ങി വാ, എനിക്ക് നിൻ്റെ വീട്ടിൽ ഇന്ന് വരണം. സഖായും യേശു അറിഞ്ഞിരുന്നു. യേശു അറിഞ്ഞിരുന്നു കുറേയധികം ആളുകളെ. എന്നാൽ ഒരു പകൽ മുഴുവനോ സന്ധ്യ മുതലോ യേശുവിൻ്റെ മണവാളൻ്റെ എതിരേൽപ്പിനായിട്ട് വിളക്കും കൊളുത്തി കാത്തുനിന്ന ആ ഒരു സംഘത്തിനകത്ത് കുറച്ച് പേർക്ക് മാത്രം ആ സമയത്ത് യേശുവിൽ നിന്ന് കഠിനമായ ഒരു വചനം കേൾക്കാനിടയായി. ഞാൻ അറിയുന്നില്ല, നിങ്ങൾ ഈ കാലം വരെയോ ഈ നേരം വരെയോ ഒരു പകൽ മുഴുവനോ രാത്രി മുഴുവനോ ഒക്കെ എനിക്ക് വേണ്ടി കാത്തു നിന്നെന്നോ എനിക്ക് വേണ്ടി അധ്വാനിച്ചെന്നോ ഇല്ല. അങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഭൂതങ്ങളെ പുറത്താക്കിയോ രോഗികൾക്ക് സൗഖ്യം കൊടുത്തോ പ്രവചിച്ചോന്നൊക്കെ ഉള്ളത് എനിക്കത്ര പിടുത്തം കിട്ടുന്നില്ല. എന്താണ് ഇവിടെ അറിവോ യോഗ്യതയോ ഒരുക്കമോ അധികാരമോ ഒന്നും അല്ല യേശുവിൻ്റെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങൾ. പത്രോസ്ലീഹ വെള്ളത്തിന് മീതെ നടന്നു. വെള്ളത്തിന് മീതെ പത്രോസ്ലീഹ കുറച്ച് ചൂടുകൾ വെച്ചു. യേശുവിനെ കേന്ദ്രമാക്കിയായിരുന്നു. യേശുവിൻ്റെ മുഖത്തു നിന്ന് ഇമ വെട്ടാതെ നോട്ടമൊട്ടും മാറ്റാതെയായിരുന്നു നടപ്പ്. പക്ഷെ എപ്പോഴോ പത്രോസ്ലീഹ യേശുവിൽ നിന്ന് പതിയെ ഒന്ന് മാറിയത് എങ്ങോട്ടായിരിക്കാം? പിറകിൽ പടകിൽ അത്ഭുതത്തോടെ ഞെട്ടലോടെ ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്ന പത്രോസ് ചെയ്ത ഈ മഹാ അത്ഭുതം കണ്ടുകൊണ്ട് ശരിക്കും ഞെടുക്കത്തിലായ അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി. കണ്ടോ, ഞാൻ നിങ്ങളെക്കാൾ മിടുക്കനാണ്. യേശു എന്ത് ഈ ഭൂമിയിൽ ചെയ്തോ, വെള്ളത്തിന് മീതെ യേശു എങ്ങനെ നടന്നോ, അത്ഭുതത്തിലേക്ക് ഞാനും ഇതാ പ്രവേശിച്ചു. എന്ത് വേഗമായിരുന്നു യേശുവിൻ്റെ മുമ്പിൽ ആ പത്രോസിൻ്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ ആ പത്രോസ് താന്നുപോയതും വീണുപോയതും ചെറുതായി പോയതുമൊക്കെ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. യേശു നമ്മളെ വേണ്ട വിധത്തിൽ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഭക്തി പോലും നമ്മളൊന്ന് പരിശോധിക്കപ്പെടണം. ഒരു ഞായറാഴ്ച നമ്മൾ 4ആയിട്ടും 5ആയിട്ടും കീറി മുറിച്ച് അതിലൊരു കഷ്ണം മാത്രമായിട്ട് ദേവാലയത്തെയും വിശുദ്ധ കുർബാനയും മാറ്റി. സത്യമായിട്ട്
ഞായറാഴ്ച ദിവസത്തെ നമ്മൾ എന്ത് ഭംഗിയായിട്ടാണ് 4-5 കഷ്ണമാക്കി മുറിച്ച് കീറിയത്. എന്നിട്ട് അതിലൊരു കഷ്ണം പള്ളിക്കോ ദൈവത്തിനോ ദേവാലയത്തിനോ വിശുദ്ധ കുർബാനയ്ക്കോ മാറ്റിവെച്ചു. വലിയ താല്പര്യത്തോടെയൊന്നുമല്ല, സ്നേഹത്തോടെയല്ല, ഏകാഗ്രതയോടെയല്ല. ഈ അടുത്ത കാലത്തിൽ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്നെ ഒന്ന് ആകർഷിച്ചു. ലിവിങ് എബവ് ദ ആവറേജ്. ശരിയല്ലേ? ലിവിങ് എബവ് ദ ആവറേജ്. നമുക്കൊരു ശരാശരിക്ക് മുകളിലൊന്ന് ജീവിച്ചു തുടങ്ങണ്ടേ? ലിവിങ് എബവ് ദ ആവറേജ്. ഒരു ശരാശരിക്ക് മുകളിലൊന്നും ജീവിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധയോ ജാഗ്രതയ്ക്കോ യേശു ഒരു സഹായിയായിട്ട് മാറണ്ടേ? ഒരു ശക്തിയുടെ സ്രോതസ്സായിട്ട് മാറണ്ടേ? യാതൊരു കൗശലങ്ങളോ ഇല്ലാത്ത, യാതൊരു കള്ളത്തരങ്ങളോ ഇല്ലാത്ത ലോകത്തിന് കിട്ടിയൊരു ക്ഷണമുണ്ട്. എന്താണെന്നറിയോ? യേശു തന്നൊരു ക്ഷണമാണ്. ബാക്കി എല്ലാ ക്ഷണത്തിനകത്തും കള്ളത്തരമോ കൗശലമോ ഉണ്ടെന്ന അർത്ഥത്തിലല്ല, ഒട്ടും കള്ളത്തരവും കൗശലവും ഇല്ലാത്ത ലോകത്തിന് കിട്ടിയൊരു ക്ഷണമുണ്ട്. നിങ്ങളുടെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. യേശു പറഞ്ഞതാണ്, ഒരുവൻ എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ സ്വന്തം കുരിശ് സഹനങ്ങളുമായി എൻ്റെ പിന്നാലെ വരിക. നമ്മളാവട്ടെ ഇത് പറഞ്ഞ യേശുവിനെ അന്വേഷിക്കുന്നത് ഈ സഹനങ്ങളാകുന്ന കുരിശ് എങ്ങനെയെങ്കിലും നീ ഒന്ന് ഒഴിവാക്കി തരാമോ എന്ന് പ്രാർത്ഥിക്കാനാണ്. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടെത്തി പ്രസാദിപ്പിച്ചും പ്രീതിപ്പെടുത്തിയും എൻ്റെ തോളത്തും എൻ്റെ മനസ്സിനകത്തും ജീവിതത്തിനകത്തുമുള്ള ഭാരങ്ങളാകുന്ന ഈ കുരിശുകളെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ഒന്ന് പറ്റണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. ഓർത്തു നോക്കിക്കേ, എവിടെയാണ് നമ്മളിവിടെ എത്തിച്ചേരാൻ പോകുന്നത്? ഫിലിപ്പിയാൻസിയുടെ നല്ല പുസ്തകമുണ്ട്. ഫിലിപ്പിയാൻസിയുടെ ദ ജീസസ് ഐ നെവർ ന്യൂ. ഞാൻ അറിയാതെ പോയ യേശു. ഫിലിപ്പിയാൻസിയുടെ മനോഹരമായ ഒരു പുസ്തകമാണ് ദ ജീസസ് ഐ നെവർ ന്യൂ. ഞാൻ ഇതുവരെ അറിയാതെ പോയ ഒരു യേശുവുണ്ട്. ആ യേശുവിനെ ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും യേശു എന്നെ അറിയുന്ന ഒരു യേശുവാണ്. എൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഏറ്റവും നന്നായിട്ട് തിരിച്ചറിഞ്ഞ ഒരാളാണ് യേശു. ആ യേശുവിനെ നമ്മളിനി അവിശ്വസിക്കുന്നതിനകത്ത് അർത്ഥമില്ല. യേശുവിൽ നിന്ന് നമുക്കിനി ഒന്നും മറച്ചു വെച്ച് ജീവിക്കുവാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തുണി തുന്നുന്ന ഒരു സ്ത്രീയെ അവന് പരിചയമുണ്ട്. ശരിക്കും അതൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ, വീടിനുള്ളിലെ അല്പ വെളിച്ചത്തിൽ ഒരു സ്ത്രീയുടെ ജോലിയെക്കുറിച്ച് പോലും അവന് ധാരണയുണ്ട്. അതുപോലെ തന്നെ അടുക്കളയുടെ ഇരുട്ടിൽ സംഭവിക്കുന്ന മാവ് കുഴയ്ക്കുന്ന ഒരു അനുഭവം പോലും അവന് പരിചിതമുണ്ട്. ഓർത്തു നോക്കുകയും വെള്ളം കോരാൻ വന്ന ഒരു സ്ത്രീയെപ്പോലും അവന് പിടുത്തം കിട്ടുന്നുണ്ട് നല്ലവണ്ണം. ആ സ്ഥിതിക്ക് യേശുവിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ആ യേശുവിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശ്രമിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആ യേശുവിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് ഞാൻ ഇന്ന് വരെ നടത്തിയ ശ്രമങ്ങൾ പോരാ എന്ന് മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും അഷ്ടമൂർത്തിയുടെ നല്ല നോവലുണ്ട്, റിഹേഴ്സൽ ക്യാമ്പ്. എനിക്ക് തോന്നുന്നു നാടകവുമായി ബന്ധപ്പെട്ട് ഒരു നാടകത്തിൽ അരങ്ങേറുവാൻ വേണ്ടി അതിൻ്റെ ഒരു പരിശീലന കളരിയുമായി ബന്ധപ്പെട്ട ഇത്തിരി വലിപ്പമുള്ളൊരു പുസ്തകമാണ്. അത് വായിക്കുമ്പം തോന്നും, ജീവിതത്തിൽ നമ്മളും ഇങ്ങനെ എന്തോ ഒരു നാടക കളരിയിലാകപ്പെട്ടവരാ. ഓരോരുത്തരും അവരവരുടെ റോൾ എന്താണെന്ന് പോലും നിശ്ചയമില്ലാത്ത വിധത്തിൽ, അവരവർക്ക് എഴുതി വെച്ച ഡയലോഗ് സംഭാഷണങ്ങൾ എന്താണെന്ന് പോലും നിശ്ചയമില്ലാത്ത വിധത്തിൽ പതറി നമ്മളിങ്ങനെ പരിങ്ങി നിൽക്കുകയാണ്. അഭിനയമാണോ എന്ന് ചോദിച്ചാൽ അഭിനയവുമല്ല, എന്നാൽ തികച്ചും അഭിനയമാണ് താനും. ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ നമ്മൾ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ യേശു പാലിച്ച 3 കാര്യങ്ങളുണ്ട്. 3 ഇടങ്ങളോട് യേശു ഒരു അകലം പാലിച്ചിരുന്നു, അല്ലേ? അത് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്ത് ആ ഇടങ്ങളോട് നമ്മളും ഒരു അകലം പാലിക്കുവാനായിട്ട് ഒന്ന് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. യേശു അകലം പാലിച്ചത് എവിടെയൊക്കെയായിരുന്നു? യേശു അകലം പാലിച്ചത്, 1, ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള സ്വത്ത് ഭാഗിക്കുവാനായിട്ട് ഞങ്ങൾക്കിടയിലുണ്ടായ തർക്കത്തിന് നീ ഒരു മധ്യസ്ഥനാകണം, ന്യായാധിപനാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യേശു അസ്വസ്ഥനായി. ആരാണ് നിങ്ങൾക്കിടയിലൊരു ഒരു ന്യായാധിപനായിട്ട്, നിങ്ങൾക്കിടയിലെ തർക്കം തീർക്കുന്ന ഒരാളായിട്ട് എന്നെ ഇടയ്ക്ക് ആക്കിയത്? ആരാണ് അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് കൽപ്പിച്ചത്? യേശു ഒരിക്കലും ഈ സ്വത്ത് തർക്കങ്ങളിൽ, വസ്തു തർക്കങ്ങളിൽ,
സമ്പത്തിൻ്റെ വിഭജനങ്ങളിൽ ഒന്നും താല്പര്യമില്ലാത്ത ആളായിരുന്നു. സ്വയം ഒഴിഞ്ഞു മാറാനായിട്ട് ആഗ്രഹിച്ചിരുന്നു യേശു അത്തരം കാര്യങ്ങളിൽ. ഇന്ന് ഭൂമിയിലെ പൊതുവെയുള്ള ഭൂരിപക്ഷം കലഹങ്ങളെയും എടുത്തു നോക്കിക്കേ. ഭൂമിയിലെ ഭൂരിപക്ഷം കലഹങ്ങളുടെയും കാരണം മണ്ണുമായി ബന്ധപ്പെട്ട, സമ്പത്തും സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. നമ്മൾ യേശുവിലായിരിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോൾ അവന് വേണ്ടി, അവനാകുന്ന വലിയ സമ്പത്ത് നമ്മളിൽ നിലനിൽക്കുവാൻ വേണ്ടി കുറേയധികം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നത്, കുറേയധികം ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത് എത്രയോ ഉചിതമായ, ഉത്തമമായ മാർഗമാണ്. നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗവും അത്. അതുകൊണ്ട് തന്നെ യേശു ബോധപൂർവം മാറി നിന്ന ഒരു ഭാഗമാണ് എന്ത്? സമ്പത്തുമായി ബന്ധപ്പെട്ട്. സമ്പത്ത് വേണ്ടെന്നല്ല, സമ്പത്ത് വേണം, ഒരു സംശയമില്ല. പക്ഷെ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ ആ സമ്പത്തിനെ നന്മയ്ക്കായിട്ട്, മറ്റുള്ളവരുടെ പരിപാലനത്തിനായിട്ടൊക്കെ നമുക്കൊന്ന് എടുക്കണം. യേശു കുറച്ച് വിമുഖത കാണിച്ച് മാറി നിന്ന മറ്റൊരു സന്ദർഭമുണ്ട്. എന്താണെന്നറിയാവോ? അത് അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. യേശുവിനെ രാജാവാക്കാനായിട്ടൊരു ശ്രമം നടന്നു. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചാൽ നമുക്ക് പ്രാഥമിക അധ്യായങ്ങളിൽ നിന്ന് കിട്ടും. അവനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ഇടയിലൂടെ അവൻ വഴുതി രക്ഷപ്പെട്ടു. നല്ലൊരു അവസരമായിരുന്നു യേശു വളഞ്ഞത്. നമ്മളൊക്കെ രാജാവാകാൻ മാത്രമല്ല, ചക്രവർത്തിമാരാകാനായിട്ട്, സർവ്വതിനും മേലധികാരിയാവാനായിട്ട്, ലഭിച്ച അധികാരങ്ങളൊക്കെ ക്രൂരമായിട്ട് ഉപയോഗിക്കാനായിട്ട് വ്യഗ്രത കാണിക്കുന്നവരാണ് അല്ലേ? ആ അധികാരവുമായി ബന്ധപ്പെട്ട് യേശു എന്തൊരു ഭംഗിയാർന്ന നിലപാടെടുത്തു. ആനന്ദിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ നോവലുണ്ട്, ഗോവർദ്ധൻ്റെ യാത്രകൾ. അടുത്ത കാലത്ത് വീണ്ടും അതൊരാവർത്തി കൂടി ഇന്ന് വായിച്ചു. എന്തൊരു ഭംഗിയുള്ള പുസ്തകമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ പരിച്ഛേദമാണ് ആ പുസ്തകം എന്ന് പറയാൻ പറ്റും, സംശയമില്ല. വഴിയെ പോയ ഒരാട് ഒരു മതിൽ ഇടിഞ്ഞു വീണ് ചാകാനിടയായി. അതാണ് അതിൻ്റെ ഒരു രസകരമായ ഒരു ആരംഭം. റോഡിലൂടെ പോയ ഒരാട് ഒരു മതിലിടിഞ്ഞു വീണ് മരിച്ചു. ആടിൻ്റെ ഉടമ പരാതിപ്പെട്ടു. സ്വാഭാവികമായിട്ട് മതിലിൻ്റെ ഉടമസ്ഥൻ നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്നു. മതിലിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മതിൽ വേണ്ടുന്ന മേസ്ത്രിയാണ് കുഴപ്പക്കാരൻ. രാജാവ് പറഞ്ഞു, വളരെ കറക്റ്റ്, മേസ്ത്രിയാണ് കുഴപ്പക്കാരൻ. മേസ്ത്രി പറഞ്ഞു, ഞാനെന്ത് ചെയ്തു? ആ സിമെൻറ്റോ മണ്ണോ ഒക്കെ കുഴച്ച് തന്ന ആൾ വെള്ളം കൂട്ടി തന്നതുകൊണ്ടാണ് സംഭവം ദുർബലമായതും പിന്നീട് അത് ഇടിഞ്ഞു വീണതും ആടിന് മീതെ വീണതും. അതുകൊണ്ട് ഹെൽപ്പറാണ് കുഴപ്പക്കാരൻ. ഹെൽപ്പർ പറഞ്ഞു, ഞാനല്ല കുഴപ്പക്കാരൻ, വഴിയെ പോയ ഒരാൾ എൻ്റെ ശ്രദ്ധയെ ആ സമയത്ത് വ്യതിചലിപ്പിച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് ആ സമയത്ത് വഴിയെ പോയ ആളാണ് കുഴപ്പക്കാരൻ. അങ്ങനെ അവസാനം കുഴപ്പക്കാരനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ രാജാവ് ഭരണാധികാരി വിധി പ്രഖ്യാപിച്ചു, തൂക്കിക്കൊല്ലുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ തൂക്കിക്കൊലയ്ക്ക് വേണ്ടി രാജാവിൻ്റെ കൊട്ടാരത്തിലെ ആ കുരുക്ക് ഇയാളുടെ കഴുത്തിന് പാകമല്ലാതായി വരുന്നു. ഒന്നുകിൽ കുരുക്ക് അഴിച്ച് കുറുക്കുകയോ അയക്കുകയോ ചെയ്യണം, പാകപ്പെടുത്തണം. രാജാവ് പറഞ്ഞു, രാജനീതിയാണ്, അത് ഒരാൾക്ക് വേണ്ടി മാറ്റിമറിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് വേണ്ടി അത് അഴിക്കുകയോ മുറുക്കുകയോ കുറുക്കുകയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുരുക്കിന് പാകമായ ഒരു കഴുത്തുള്ള മനുഷ്യനെ പകരം കണ്ടെത്തി കഴിവേറ്റി തീർക്കുക. അങ്ങനെ ഈ കുരുക്കിന് അപരാധം ചെയ്ത ആൾ പാകമല്ലാത്തത് കൊണ്ട് അയാൾ നിരപരാധിയാകുകയും നിരപരാധിയായ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഒരാൾ അപരാധിയായിട്ട് മാറുകയും ചെയ്യുന്ന ഭയങ്കര രസകരമായ പുസ്തകമാണ് ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ. അധികാരം അതെന്തുമാത്രം ദുഷിക്കുന്നുണ്ട്, അതിൽ കൈയാളുന്ന ആളുകളെ അതെന്തുമാത്രം ഭ്രമിപ്പിക്കുന്നുണ്ട്, ഏതറ്റം വരെ പോകുവാനും അധികാരികൾക്ക് ഊർജം തരുന്ന വിധത്തിലേക്ക് അവരെ അത് അന്ധന്മാരാക്കി മാറ്റുന്നുണ്ട്. യേശു അധികാരത്തിൽ നിന്നും വിട്ടു നിൽക്കുവാനായിട്ട് പരിശ്രമിച്ചു. എങ്ങനെയെന്നാൽ ആൾക്കൂട്ടം അവനെ തങ്ങളുടെ രാജാവാക്കാനായിട്ട് പരിശ്രമിച്ചപ്പോൾ അവൻ അവർക്കിടയിലൂടെ കടന്നുപോയി. നല്ല അവസരമായിരുന്നു അതെല്ലാം ഒഴിവാക്കി എന്നുള്ളതായിരുന്നു. മൂന്നാമത് യേശു വിമുഖത കാട്ടുവാനായിട്ട് ആഗ്രഹിച്ചത് എവിടെയായിരുന്നു? അപ്പം. അതായത് സമ്പത്തും അധികാരവും കഴിഞ്ഞാൽ അപ്പവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ യേശു ഒന്ന് വിമുഖത കാണിച്ചു. അപ്പവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തെ കൊണ്ടുകൂടിയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തി. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല.
അപ്പോൾ നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഞാൻ നിങ്ങൾക്ക് നൽകിയ അടയാളങ്ങളല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിന് പിന്നിലെ കാരണം. മറിച്ച് എന്താ പിന്നെ? അപ്പം തിന്നതുകൊണ്ടും അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടുമാണ്. അപ്പോൾ യേശുവിനെ നമ്മൾ അറിയുന്നത് പോലെ യേശു നമ്മളെയും അറിയുന്നുണ്ട്. നമ്മളെ പൂർണ്ണമായിട്ട് യേശു അറിയുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും. ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് യേശുവിൻ്റെ അറിവ് നിറവിലേക്ക് എത്തുന്നുമുണ്ട്. അതുകൊണ്ട് യേശുവിനെ വേണ്ട വിധത്തിൽ അറിയുമ്പോൾ യേശു അകലം പാലിച്ച കാര്യങ്ങളോട് നമ്മളും ഒരു അടുപ്പം കാണിപ്പാതിരിപ്പാനെങ്കിലും, നമുക്കതൊരു വലിയൊരു ആസക്തിയായിട്ട് മാറാതിരിപ്പാനായിട്ടെങ്കിലും പതിയെ പതിയെ യേശു അകലം പാലിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മളും അകന്നു പോകുവാനായിട്ട് അവൻ്റെ ജീവിതവും മൂല്യങ്ങളും നമ്മളെ പ്രചോദിപ്പിക്കണം. അത്തരം ഒരു ഊർജത്തിലായിരിക്കണം ജീവിക്കേണ്ടത്. അപ്പോഴാണ് ആ കന്യകമാർ കേട്ടത് ആ ശബ്ദം, ഞാൻ നിങ്ങളെ അറിയുന്നേയില്ല. ആ രാത്രി മുഴുവനുള്ള കാത്തിരിപ്പോ ശ്രദ്ധയോ പിന്നീടുള്ള എണ്ണയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമോ കണക്കിടാതെ പോയതുപോലെ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിനകത്തെ കുഞ്ഞു കുഞ്ഞു സുഹൃതങ്ങൾ കണക്കിടാതെ പോകാതെ, അതും കണക്കിടുവാൻ പാകത്തിന് നമ്മളൊന്ന് ശ്രദ്ധയോടെ ആയിരിക്കണ്ടേ. തീർച്ചയായിട്ടും അവൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന എത്രയോ വലിയ കാര്യങ്ങളാണ്. എന്നിട്ടും വാതിൽ തുറക്കപ്പെടേണ്ട, അവനായിരിക്കുന്ന വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു നിർണായക നേരത്തും കാലത്തും ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്നവരാണെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഭക്ത ജീവിതത്തിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാതിരിക്കാനായിട്ട്, എപ്പോഴും ജീവിതത്തെ ഒന്ന് പരിശോധിപ്പാനായിട്ട്, യേശുവാകുന്ന വെളിച്ചത്തിൽ ജീവിതത്തെ ഒന്ന് തുറന്നു വെച്ച് നോക്കുവാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ആ ഒരു സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും യേശു അകലം പാലിച്ച അധികാരത്തോട്, സമ്പത്തിനോട്, സ്ഥാനമാനങ്ങളോടൊക്കെ നമുക്ക് ഒരു അകലം പാലിക്കുവാനായിട്ടും ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിനയത്തോട് കൃതജ്ഞതയോടുകൂടി നമുക്ക് നിവർത്തിപ്പാനും പറ്റും. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.